നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് പോയിൻറ്റേഴ്സ് എന്ന കൺസെപ്റ്റാണ്. പോയിൻറ്റേഴ്സ് എന്നത് C++ൽ കാണുന്ന വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ആശയമാണ്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ചിത്രം നമുക്ക് കാണാം. ഇവിടെ എഴുതിയിട്ടുള്ളത് നം ഈക്വൽ ടു 25. സാധാരണ പ്രോഗ്രാമിലെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ നം ഈക്വൽ ടു 25 എന്നുള്ളത്. അപ്പോൾ നം ഈക്വൽ 25 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു മെമ്മറി സ്പേസ് ഉണ്ട്. ആ മെമ്മറി സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യണോ? നമ്മൾ വാല്യൂ കൊടുക്കണു. ആ വാല്യൂവിനെ അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നം നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കണു 25. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്കിവിടെ താഴെ കാണാം 1001, 1002, 1003, 1004 എന്നിങ്ങനെ. ഈ കാണുന്നത് എന്താണെന്നറിയോ? എൽ വാല്യൂ എന്നാണ് അതിനെ നമ്മൾ പറയുന്ന പേര്. എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ്സാണ്. എന്താണ് ഈ മെമ്മറി അഡ്രസ്സ് എന്ന് പറയണത്? നമ്മൾ ഓരോ വാല്യൂ സ്റ്റോർ ചെയ്യിക്കുമ്പോഴും ആ വാല്യൂ മെമ്മറിയിൽ പോയിട്ട് സ്റ്റോർ ആവുന്നുണ്ട്. അപ്പോൾ ആ മെമ്മറി എന്ന് പറയണത് എന്താണ്? നമുക്ക് എവിടെയാണ് എന്ത് വാല്യൂ ആണ് നമ്മളിട്ട് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ മാത്സിൽ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയും P = 10, Q = 20. അതുപോലെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലും വാല്യൂ ആയിട്ട് അത് സ്റ്റോർ ചെയ്യണം. അങ്ങനെ നമ്മളതിനെ സ്റ്റോർ ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ഇതെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തു? നമുക്കിവിടെ നം ഈക്വൽ 25 എന്ന് പറഞ്ഞപ്പോൾ ആ നമ്മിൻ്റെ വാല്യൂ ഇവിടെ 25 എന്ന് പറഞ്ഞ് നമ്മളതിനെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെമ്മറി അഡ്രസ്സ് ഇവിടെ കാണാം 1001 ആണ്. അപ്പോൾ ആ 1001 എന്ന് പറയുന്നത് എൽ വാല്യൂ, അതായത് മെമ്മറി അഡ്രസ്സ് അല്ലെങ്കിൽ ലൊക്കേഷൻ വാല്യൂ എന്ന് പറയാം. അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ 25 എന്ന് പറയണത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആർ വാല്യൂ. ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ റെഡ് വാല്യൂ, READ റെഡ് വാല്യൂ. നമ്മൾ എന്ത് വാല്യൂ ആണോ അവിടെ റീഡ് ചെയ്യുന്നത് അതാണ് റീഡ് വാല്യൂ എന്നും അതിനെ വിളിക്കാം. ഇനി അപ്പോൾ പോയിൻ്റർ എന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ വരണേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു വേരിയബിൾ എന്താണ്, ആ ഒരു വേരിയബിൾ എങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു, ആ ഒരു വേരിയബിളിന് നമുക്കൊരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാകും. ഇതാണ് ഇതുവരെ നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾക്ക് പോയിൻ്ററിനെ പരിചയപ്പെടാം. എന്താണ് ഒരു പോയിൻ്റർ എന്ന് പറയുന്നത്? വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഒരു വേരിയബിളാണ് ഈ പോയിൻ്റർ എന്ന് പറയുന്നത്. ആ വേരിയബിളിൽ എന്ത് സംഭവിക്കുന്നു? മെമ്മറി ലൊക്കേഷൻ, അതായത് ഒരു അഡ്രസ്സ്. ഏത് മെമ്മറിക്കും എന്തുണ്ട്? അഡ്രസ്സ് ഉണ്ട്. അതാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിനെ ഇവിടെ ഹോൾഡ് ചെയ്യുന്ന വേരിയബിളാണ് എന്ത്? പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പോയിൻ്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ തന്നെയാണ്. പക്ഷെ എന്താണ് പ്രത്യേകത? അതിലെന്താ കാണുക? അതിൽ കാണുന്നത് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സായിരിക്കും. ഇനി അടുത്തതായിട്ട് പോയിൻ്റർ ഡിക്ലറേഷൻ. എന്താണ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. വേരിയബിൾ ഡിക്ലറേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മളിപ്പോൾ ഒരു വേരിയബിൾ കൊടുക്കുകയാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ എന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണത്തിന് ഇൻറ്റ്, നമ്മളിപ്പോൾ ഇൻറ്റ് PTR ഇങ്ങനെ കൊടുത്താൽ നമ്മൾ പറയാണ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വേരിയബിളാണ് PTR, അതിൻ്റെ വാല്യൂ ഇൻറ്റിജർ ആണ്. ഇനി ഇതേപോലെ പോയിൻ്ററായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇൻറ്റ് എന്നുള്ളത് ഡാറ്റ ടൈപ്പ് ആദ്യം, അത് കഴിഞ്ഞ് ഇവിടെ ഒരു സ്റ്റാർ കാണാം. ഈ സ്റ്റാർ കൊടുത്താൽ മാത്രമേ അതൊരു പോയിൻ്റർ ആവുള്ളൂ. സ്റ്റാർ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിൻ്റർ ആവില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താ? നമ്മുടെ വേരിയബിളിൻ്റെ നെയിമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻറ്റ് എന്ന് കൊടുത്തത് ഡാറ്റ ടൈപ്പ്, അത് കഴിഞ്ഞ് സ്റ്റാർ എന്ന് പറയുന്നത് പോയിൻ്റർ, അത് കഴിഞ്ഞ് PTR1 എന്ന് പറയുന്നത്
പേരാണ്. അതുപോലെ ഫ്ലോട്ടിലും ഫ്ലോട്ട് എന്ന് കൊടുത്തു, അത് കഴിഞ്ഞ് സ്റ്റാർ എന്ന് കൊടുത്തു, അത് കഴിഞ്ഞ് PTR2. ആദ്യത്തത് ഇൻറ്റിജർ പോയിൻ്റർ, രണ്ടാമത്തത് ഫ്ലോട്ട് പോയിൻ്റർ. ഇങ്ങനെയാണ് നമ്മളൊരു പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ്, അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ ആദ്യം തന്നെ Cout SIPTR+1 ഒരു പോയിൻ്ററിൻ്റെ കൂടെ നമ്മൾ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാം. ഇങ്ങനെ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ആ പോയിൻ്ററിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ആ വാല്യൂ അല്ല നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുന്നത്, പകരം അടുത്ത ലൊക്കേഷൻ, അതായത് ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ ആ അഡ്രസ്സ് ഇപ്പോൾ 1000 ആണെങ്കിൽ അതിൻ്റെ അടുത്ത ലൊക്കേഷൻ 4 ബൈറ്റ്സ് അപ്പുറത്ത് അടുത്ത ലൊക്കേഷൻ 1000 + 4004 ആയിരിക്കും നെക്സ്റ്റ് ലൊക്കേഷൻ. ഒരു ഉദാഹരണം മാത്രമാണ് ഈ 1000 എന്ന് പറയുന്നത്. നമുക്കറിയില്ല മെമ്മറി എത്രയാണ് ലൊക്കേറ്റ് ചെയ്യുന്ന അഡ്രസ്സ് എന്നുള്ളത്, +4 ആണ് ചെയ്യുക. അതുപോലെ ഫ്ലോട്ട് ആണെങ്കിലും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് പോണു. ഡേറ്റ ടൈപ്പ് അനുസരിച്ച് അതിൻ്റെ സൈസ് അനുസരിച്ചാണ് മെമ്മറി ലൊക്കേറ്റ് ചെയ്ത് പോണത്. ഇനി ഇൻ *PTR1 *PTR2 എന്ന് പറയുന്നത് പോയിൻ്റർ വേരിയബിൾസ് ആണ്. അത് കഴിഞ്ഞ് ഇവിടെ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡൈനാമിക് ആയിട്ട് ഒരു മെമ്മറി അലൊക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ 1000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള വാല്യൂ എന്താണ്, 5 ആണ്. അപ്പോൾ ആ ഇനീഷ്യലൈസ് ചെയ്യണ വാല്യൂ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് മെമ്മറിയിൽ. ഇനി PTR2 = PTR1+1 എന്ന് പറഞ്ഞാൽ അടുത്ത മെമ്മറി, ഇപ്പോൾ 1000 ആണ് ആദ്യത്തെ മെമ്മറി എങ്കിൽ അടുത്തത് 1004ലേക്കാണ് പോണത്. ഇനി ++PTR2 എന്ന് പറയുമ്പോൾ എന്താ വരണേ, PTR2 എന്ന് പറയുന്നത് എന്താണ്, PTR2+1. മുന്നിൽ ++ വരുമ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് പോകുന്നു. ഇവിടെ Cout PTR1, അപ്പോൾ എന്താ വരിക, 1000 ആണ് അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ്. അതിൻ്റെ അകത്തുള്ള വാല്യൂ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ആ വാല്യൂ എന്താണ്, 5 ആണ്. ഇനി PTR2 എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ടടുത്ത ലൊക്കേഷനാണ്, അതിൻ്റെ അഡ്രസ്സ് 1004 ആണ്. അത് കഴിഞ്ഞ് *PTR2 എന്ന് പറയുമ്പോൾ എന്ത് വരണു, നമ്മളിവിടെ സീനാണ്, അതായത് ഇൻപുട്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ 12 ആണ് ഇൻപുട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ ആ 12 ആണ് വാല്യൂ ആയിട്ട് പിന്നീട് കാണിക്കുക. ഇനി ഇവിടെ *PTR1+1 എന്ന് പറഞ്ഞാൽ എന്ത് വരണു, നമുക്ക് ഓൾറെഡി PTR1ലെ വാല്യൂ എന്താണ് നോക്കുക, 5 ആണ്. 5 + 1 അപ്പോൾ നമുക്ക് 6 വരും. *PTR1+2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ നേരത്തെ നമ്മളിവിടെ 12 ആണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലൊക്കേഷനാണത്, അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്കാണത് പോണത്. നെക്സ്റ്റ് PTR1-1 എന്ന് പറഞ്ഞാൽ എന്താണ്, PTR = PTR-1. അപ്പോൾ നമുക്ക് ++, - എന്നിങ്ങനെയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്യാം. അതേപോലെ +1, -1 അങ്ങനെയും നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. സ്റ്റാർ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സാണ് ഡിസ്പ്ലേയിൽ വരിക. ഒരു പോയിൻ്റർ ഒരു സ്ട്രിങ്ങിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ char str20 ഒരു ക്യാരക്ടർ എറേ, അതായത് ഒരു സ്ട്രിങ് ആണ് ഒരു ക്യാരക്ടർ എറേ എന്ന് പറയുന്നത്. ഈ ക്യാരക്ടർ എറേയുടെ സൈസ് നമുക്കിവിടെ തന്നിരിക്കുന്നത് 20 സൈസാണ്. അപ്പോൾ 20 സൈസുള്ള ഒരു ക്യാരക്ടർ എറേനെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അടുത്തതായിട്ട് *SP എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരക്ടർ പോയിൻ്റർ. അത് കഴിഞ്ഞാൽ CIN_STR നമ്മളൊരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്നു. Cout STR നമ്മളൊരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. SP = STR അതായത് STRൽ എന്താണോ ഉള്ളത്, STR ഒരു സ്ട്രിങ് ആണെങ്കിൽ STR എന്ന സ്ട്രിങ്ങിൽ എന്ത് വാല്യൂ ഉണ്ടോ അതിനെ നമ്മൾ എടുത്തിട്ട് SP-യിലേക്ക് അസൈൻ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ SP-യിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു STRലുള്ള സ്ട്രിങ്ങിനെ. Cout SP നമ്മൾ SP-നെ പ്രിൻ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത് പ്രോഗ്രാം എന്നൊരു വാക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ Cout ചെയ്യുമ്പോൾ പ്രോഗ്രാം എന്ന് ഡിസ്പ്ലേയിൽ കാണാം. Cout *STR0 എന്ന ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ തുടക്കം. അപ്പോൾ ആ തുടക്കം മുതൽ പ്രോഗ്രാം അത് തന്നെയാണ് നമുക്കവിടെ പ്രിൻ്റായിട്ട് വരിക.
അത് കഴിഞ്ഞാൽ സി ഔട്ട് SP +1 തൊട്ടടുത്ത ലെറ്റർ. അപ്പോൾ P പോയി ബാക്കിയുള്ള ഭാഗം ROG RAM എന്നുള്ളത് പ്രിൻ്റ് ആവും. സി ഔട്ട് &STR+1. അപ്പോൾ എന്താണ് നമുക്ക് വരിക? നമ്മൾ ഓൾറെഡി P എന്നുള്ളത് നമ്മുടെ എടുത്തു. ഇവിടെ SP +1 ആയി. അപ്പോൾ P പോയി. ROGRAM എന്നുള്ള ഭാഗമാണ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അഡ്രസ്സിലൂടെ &STR+1 എന്ന് പറഞ്ഞാൽ ആ ഇൻഡെക്സ് 1 മുതൽ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം വരെയുള്ളത് എന്താണോ അതിനെ നമുക്കവിടെ അത് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നു. അപ്പോൾ ROGRAM എന്നുള്ളതാണ് അവിടെ കാണുക. അത് കഴിഞ്ഞാൽ സി ഔട്ടിൽ STR0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻഡെക്സിലുള്ള ലെറ്റർ, പ്രോഗ്രാമിലെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള ലെറ്റർ P ആണ്. നിങ്ങൾ ഏത് സ്ട്രിങ് ആണോ ഇൻപുട്ട് ചെയ്യുന്നത് അതനുസരിച്ച് മാറും. ഇവിടെ ഞാൻ എടുത്ത സ്ട്രിങ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് P എന്ന് വന്നത്. സി ഔട്ട് *SP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ ആ പോയിന്ററിൽ, അതായത് STR0 ആ പർട്ടിക്കുലർ ഇൻഡെക്സിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അത് പോയിന്ററിലൂടെ നോക്കണം. അപ്പോൾ വാല്യൂ അറ്റ് SP, അപ്പോൾ നമുക്ക് P തന്നെ കിട്ടും. ഇനി സി ഔട്ട് &STR എന്ന് പറഞ്ഞാൽ STR എന്ന സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സ് കാണിച്ചു തരിക. അതേപോലെ സി ഔട്ട് &SP എന്ന് പറഞ്ഞാലോ അഡ്രസ് ഓഫ് പോയിന്റർ SP. ആംപർസാൻഡ് എന്ന ആൻഡ് എന്ന ചിഹ്നം എവിടെ കണ്ടാലും അത് അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നു. സ്റ്റാർ എന്ന ചിഹ്നം എവിടെ കണ്ടാലും അത് വാല്യൂവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ STR എന്ന ഒരു സ്ട്രിങ് എടുത്തു. ക്യാരക്ടർ എറേയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അതിൽ 20 സൈസ്. അത് കഴിഞ്ഞ് *SP എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അത് ഒരു ക്യാരക്ടർ പോയിൻ്ററാണ്. അത് കഴിഞ്ഞാൽ STR നമ്മളൊരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്തു. അത് കഴിഞ്ഞ് SP =STR എന്ന് പറഞ്ഞു. അതായത് STRലുള്ള വാല്യൂവിനെ നമ്മൾ SPയിലേക്ക് അസൈൻ ചെയ്തു. അത് കഴിഞ്ഞ് സി ഔട്ട് SP എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേയിൽ നമുക്ക് ആ എന്ത് സ്ട്രിങ് ആണോ നമ്മൾ സ്റ്റോർ ചെയ്തത് അതിനെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നു. അത് കഴിഞ്ഞ് സി ഔട്ട് നമ്മൾ &STR0 അതായത് ആ ഫുൾ സ്ട്രിങ് വരും. 0 എന്ന ഇൻഡെക്സ് തുടക്കമല്ലേ, അവിടെ നിന്ന് ഫുൾ സ്ട്രിങ് നമുക്കത് പ്രിൻ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ സി ഔട്ട് SP +1 എന്ന് പറയുമ്പോൾ ആ സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഇൻഡെക്സ് പോയിട്ട് ബാക്കിയുള്ള ഭാഗം +1 0 +1 1, അപ്പോൾ ആ 1 മുതലുള്ള ഭാഗം ROGRAM എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. ഇനി സി ഔട്ട് &STR+1 ഫസ്റ്റ് ഇൻഡെക്സ് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം പ്രിൻ്റ് ചെയ്തു. ഇനി STR0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള ലെറ്റർ. *SP എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ഫസ്റ്റ് ലെറ്റർ ഉണ്ടാവില്ലേ, ആ ഫസ്റ്റ് ലെറ്ററാണ് നമ്മൾക്ക് ആ ക്യാരക്ടറായിട്ട് പ്രിൻ്റ് ആവണം. അത് കഴിഞ്ഞാൽ &STR എന്ന് പറയുമ്പോൾ അഡ്രസ്സ്, ആൻഡ് എന്ന ഓപ്പറേറ്റർ വരുമ്പോഴൊക്കെ അഡ്രസ്സാണ്. അത് കഴിഞ്ഞാൽ &SP എന്ന് പറഞ്ഞാൽ പോയിന്ററിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുക. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ക്യാരക്ടർ പോയിന്റർ. ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ക്യാരക്ടർ പോയിന്റർ ഈ SP ആണ് കേട്ടോ. അപ്പോൾ ആ SP എന്ന പോയിന്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതിൽ ആദ്യം തന്നെ സ്ട്രിങ് ഷുഡ് ബി ഇനീഷ്യലൈസ്ഡ്. നമ്മൾ ഒരു സ്ട്രിങ് ഒരു പ്രോഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യല്ല ചെയ്യുന്നത്, അതിനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇനീഷ്യലൈസ് ചെയ്താൽ വേസ്റ്റേജ് ഓഫ് മെമ്മറി, അതായത് മെമ്മറി വെറുതെ വേസ്റ്റായി പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ =, ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഒരു സ്ട്രിങ്ങിലെ വാല്യൂവിനെ വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലൊരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിൽ വാല്യൂ ഹലോ എന്ന് കൊടുത്തു. ഇനി ആ വാല്യൂ എനിക്ക് വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് =, ഇട്ട് കൊടുത്താൽ മതി. അതായത് ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ A =B എന്നൊക്കെ കൊടുക്കില്ലേ, അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കോപ്പി ആവും. പിന്നെ ക്യാരക്ടർ റെഫറൻസ്ഡ് യൂസിങ് അരിത്മെറ്റിക്. നമുക്ക് ക്യാരക്ടർ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് ഓരോ മെമ്മറിയിലും സ്റ്റോർ ചെയ്തതിനെ നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് പോയിന്റർ അരിത്മെറ്റിക്, അതായത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് മെമ്മറിയുടെ അകത്താണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പോയിന്റർ വൈസ് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കൂടി ആദ്യത്തെ ആ അഡ്രസ്സ് എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ അഡ്രസ്സ് 100 എന്നാണ് വിചാരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇൻറ്റിജറാണ് അടുത്ത വാല്യൂ എങ്കിൽ അത് 104 ആയിട്ട് മാറുന്നു. അതായത് ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഓരോ
ഓരോ ലൊക്കേഷൻസും ചേഞ്ച് ആവുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ അടുത്തടുത്ത ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ പോയിന്റർ അരിത്മെറ്റിക് എന്ന് പറയുന്നത്. അതായത് പോയിന്ററിനെ അല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, പകരം ആ മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏത് ഡാറ്റ ടൈപ്പാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ആ ബൈറ്റുകൾ മാറി മാറി, അതായത് ഇപ്പോൾ ഏത് ഡാറ്റ ടൈപ്പിനാണോ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന എറേ അല്ലെങ്കിൽ സ്ട്രിങ്, എന്താ സ്ട്രിങ് ആകുമ്പോൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇൻറ്റിജർ എറേ ആണെങ്കിൽ മാത്രം ഇൻറ്റിജർ സൈസാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് ഏത് ഡാറ്റ ടൈപ്പ് ആണെങ്കിലും അതിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും ഓരോ അഡ്രസ്സിലും ചേഞ്ച് വരുന്നത്. അപ്പോൾ ആ അത്ര ബൈറ്റ്സ്, അതായത് 1000, അത് കഴിഞ്ഞാൽ ക്യാരക്ടർ ആകുമ്പോൾ 1002, 1004 അങ്ങനെയാണ് വരിക. അപ്പോൾ ആ ബൈറ്റ്സുകളുടെ ഇതനുസരിച്ചായിരിക്കും അതിൻ്റെ ആ പോയിന്ററിൻ്റെ ആ അഡ്രസ്സ് ഷിഫ്റ്റായി പോകുന്നത്. അതിനെയാണ് നമ്മൾ പോയിന്റർ അരിത്മെറ്റിക് എന്ന് പറയും. അടുത്തത് പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. സ്ട്രക്ചർ എന്താണ്? ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകളെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഒരു പോയിന്റർ വെച്ച് വർക്ക് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് എംപ്ലോയി എന്നാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നെയിം, സാലറി, 3 വേരിയബിൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പോയിന്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. $PTR, ഇഷ്ടമുള്ള പേര് കൊടുക്കാം പോയിന്ററിന്. അത് കഴിഞ്ഞാൽ ഈ PTR ഈക്വൽ ടു ന്യൂ എംപ്ലോയി. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആ പോയിന്റർ വേരിയബിളിലേക്ക് അലൊക്കേഷൻ കൊടുക്കുന്നത്. മെമ്മറിയിൽ ഇത് എങ്ങനെയാണ് അലൊക്കേറ്റ് ആവുന്നത് എന്നാണ് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ PTR എന്ന പേരിൽ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഈ PTR ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഈ PTRലൂടെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കോഡ്, ഈ നെയിം, സാലറി, ഇത് 3ഉം ആ മെമ്മറി സ്പേസിനകത്ത് അലൊക്കേറ്റഡ് ആയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിങ്ങനെ അലൊക്കേറ്റ് ചെയ്യിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് കൃത്യമായിട്ട് ആ വാല്യൂസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ കോഡുണ്ട്, ഈ നെയിമുണ്ട്, സാലറി ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ അലൊക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനായിട്ട് നമ്മളിവിടെ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പോയിന്റർ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നെക്സ്റ്റ് ഈ PTRലേക്ക് ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഈ കോഡ് ഇസ് ഈക്വൽ ടു, എന്തിനാണ് ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സാധാരണയായിട്ട് ഈ PTR എന്ന പോയിന്ററാണ് നമ്മുടെ ഈ സ്ട്രക്ചറിനെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ പോയിന്റർ റെഫറൻസ് യൂസ് ചെയ്യുന്നു അവിടെയെല്ലാം ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ ഈ PTRൻ്റെ ഈ കോഡ്, അതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മളൊരു കോഡ് കൊടുത്തിരിക്കുകയാണ്, ഈ കോഡ്. അപ്പോൾ ആ കോഡിനെ നമുക്കവിടെ അസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഗെറ്റ്സ് ഈ PTR ഈ നെയിം, നമ്മൾ ഈ നെയിമിനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ CIN ഈ PTR സാലറി, നമ്മൾ സാലറീനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നെയിം വന്നതുകൊണ്ട് ഗെറ്റ്സ് ആണ് കൊടുത്തത്. എന്താ കാരണം? നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, അതായത് നെയിം കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അപ്പോൾ ഇടയിൽ വൈറ്റ് സ്പേസ് ഒക്കെ വരും. അപ്പോൾ ആ സ്പേസ് അടക്കം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗെറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ Coutൽ, അപ്പോൾ ഇതൊക്കെ ഇൻപുട്ടാണ് നമ്മൾ ചെയ്തത്. എംപ്ലോയി കോഡ് മാത്രം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്തത്. Cout ഈ PTR സാലറി ഇൻറ്റു 0.12, അതായത് 12% ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ പ്രിൻ്റ് ചെയ്യിക്കുന്നു. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ, സ്ട്രക്ചർ എംപ്ലോയി, ഈ കോഡ്, ഈ നെയിം, സാലറി. ഇനി അതിൻ്റെ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റർ $IP എന്ന് കൊടുത്തിരിക്കണം. ഇനി ഈ PTR IP ഈക്വൽ ടു ന്യൂ ഇൻറ്റു 5 എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് നമ്മൾ 5 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ ആ 5 നമ്മുടെ ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് Cout ഈ PTR IP, നമ്മൾ ആ IPനെ റെഫർ ചെയ്താൽ എന്ത് വരും? അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്താണ്?
5 ആണ്. അപ്പോൾ ആ 5 എന്നുള്ള വാല്യൂ അവിടെ നമുക്ക് റെഫർ ചെയ്ത് കാണിച്ചു തരുന്നു. എന്താണ് EPTR? ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പോയിന്റർ ആണ് കേട്ടോ EPTR എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്ററിലൂടെ നമുക്ക് വേറൊരു പോയിന്റർ ആയിട്ടുള്ള IP-നെ നമുക്ക് റെഫർ ചെയ്യാം. അത് കഴിഞ്ഞ് N is equal to EPTR star IP plus 1. ഓൾറെഡി EPTRൽ വാല്യൂ എന്താണ്? ഇപ്പോൾ IP-യും EPTRും സെയിം റെഫർ ചെയ്തിട്ടുള്ള വാല്യൂ ഇപ്പോൾ 5 ആണ്. അപ്പോൾ അവിടെ സ്റ്റാർ IP പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5 + 1. അപ്പോൾ നമുക്ക് ആ N എന്ന് പറഞ്ഞതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 6 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പോയിന്ററിൽ നിന്ന് വേറൊരു പോയിന്ററിനെ നമുക്ക് റെഫർ ചെയ്യാം. റിലേഷണൽ ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ്. നമുക്ക് റിലേഷണൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. അതായത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ, ഈക്വൽ ടു, ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 2 ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വാലിറ്റി ചെക്ക് ചെയ്യുന്ന ഓപ്പറേറ്റർ. ആ ഇക്വാലിറ്റി ചെക്ക് ചെയ്യുന്ന ഓപ്പറേറ്ററും അതുപോലെ തന്നെ നമുക്ക് നോട്ട് ഈക്വൽ, ഇനിക്വാലിറ്റി ചെക്ക് ചെയ്യുന്ന ഓപ്പറേറ്റർ. ഈ 2 ഓപ്പറേറ്റേഴ്സ് മാത്രമേ നമുക്ക് റിലേഷണൽ ഓപ്പറേഷൻസിലുള്ളൂ. ഇനി ഇവിടെ നമുക്കൊരു ഡയഗ്രാം ഉണ്ട്. ഈ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ AR എന്നാണ് ഒരു എറേയുടെ പേര്. ആ AR എന്ന എറേയുടെ അകത്ത് നമുക്ക് ഇത്രയും എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എലമെൻറ്റ്സുകളെല്ലാം ഇവിടെ കൊടുത്തത് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അത് കഴിഞ്ഞ് അപ്പുറത്ത് കാണുന്നതെല്ലാം അതിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് ആണ്. അതായത് മെമ്മറി അഡ്രസ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി ഈ മെമ്മറി അഡ്രസ്സിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് മെമ്മറി അഡ്രസ്സ്, നമ്മുടെ പോയിന്റർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ മെമ്മറി അഡ്രസ്സിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഇനി ഇവിടെ നമുക്ക് PTR = A of 0 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അഡ്രസ്, ആംപർസാൻഡ് അഡ്രസ് ആണ്. അപ്പോൾ അഡ്രസ് ഓഫ് A0 അല്ലെങ്കിൽ അഡ്രസ് ഓഫ് AR0 എന്ന് പറഞ്ഞാൽ നമുക്കൊരു എറേ ഉണ്ടെങ്കിൽ ആ എറയിലത്തെ ഏതാണ് നമ്മൾ എടുക്കുന്നതായിട്ടുള്ള ഇൻഡെക്സ്. നമ്മൾ നോർമലി അങ്ങനെ ഒരു ഇൻഡെക്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും ആദ്യത്തെ ഇൻഡെക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ആദ്യത്തെ ഇൻഡെക്സിലെ വാല്യൂ ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിനെ നോക്കാം. Cout PTRൽ എന്താണ്? ആദ്യം തന്നെ എപ്പോഴും ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ഇൻഡെക്സിൻ്റെ അഡ്രസ്സ് 1000 ആണ്. അപ്പോൾ AR0 ആണ് നമുക്ക് 1000ൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് 0 എന്ന ഇൻഡെക്സിൻ്റെ അഡ്രസ്സ് 1000. ഇനി Cout star PTR. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ അറ്റ്. PTRനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്താണ്? നമുക്കറിയാം ഇവിടെ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്താ? ഫസ്റ്റ് ഇൻഡെക്സിൽ 34 ആണ്. അപ്പോൾ ആ 34 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇൻഡെക്സ് എന്താണ്? 0 ആണ്, AR0. നെക്സ്റ്റ് PTR + 1 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ലൊക്കേഷൻ. അതിൻ്റെ അഡ്രസ്സ് 1004 ആണ്. അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ 12 ആണ്. അപ്പോൾ Cout PTR + 1 എന്ന് പറഞ്ഞാൽ 1004. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻഡെക്സ് AR1. അത് കഴിഞ്ഞ് ഇവിടെ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അതിലത്തെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുക. സ്റ്റാർ കണ്ടാൽ നമ്മൾ എപ്പോഴും ഓർക്കണം വാല്യൂ ആണ് അവിടുത്തെ നമ്മൾ എടുക്കണേ. നെക്സ്റ്റ് PTR + 9. 9 എന്ന് പറഞ്ഞാൽ ആദ്യം 0യിലാണ് നമ്മൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ 0 1 2 3 4 5 6 7 8 9. ഈ 9 എന്ന് പറയുന്നതാണ് ഏറ്റവും അവസാനം ഇവിടെ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കാരണം ആദ്യത്തെ ഇൻഡെക്സ് 0യിലാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ ഇൻഡെക്സ് 9 ആയിരിക്കും. ഇവിടെ ആകെ 10 എലമെൻസേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ PTR + 9നെ പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ 1036 1036 ആണ് അവിടെ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ അഡ്രസ്സ്. അതിൻ്റെ ഇൻഡെക്സ് എന്താണ്? AR9. അത് കഴിഞ്ഞാൽ സ്റ്റാർ ഇട്ടിട്ട് കൊടുത്താൽ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്താണ്? 19. അപ്പോൾ ആ 19 എന്നുള്ള വാല്യൂ നമുക്കിവിടെ പ്രിൻ്റായി വരുന്നു.
ഇനി സി ഔട്ട് എ ആർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ പ്രിന്റ് ചെയ്യുക? ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ, അതായത് 0 ഇൻഡെക്സിലുള്ള വാല്യൂ ആണ് അവിടെ പ്രിന്റ് ആവുന്നത്. അപ്പോൾ ആ 0 ഇൻഡെക്സിൽ എന്താണ് നമുക്ക് സി ഔട്ട് എ ആർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്രസ്സാണ് നമുക്ക് പ്രിന്റ് ആവുക. 1000 എന്ന അഡ്രസ്സ് നമുക്ക് അവിടെ പ്രിന്റ് ആവുന്നു. അതായത് AR0 എപ്പോഴും പോയിന്റർ ആദ്യത്തെ ഇൻഡെക്സിനെയാണ് ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഇൻഡെക്സിനെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇൻഡെക്സ് എന്താണ്? AR0 ആണ്. അപ്പോൾ AR0 എന്നുള്ളതാണ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. PTR ഈക്വൽ ടു AR എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? പോയിന്റർ എന്ന് പറയുന്നത് എൻ്റെ എറയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പോയിന്ററിൻ്റെ ആദ്യത്തെ ആ പോയിന്റർ എപ്പോഴും ലൊക്കേറ്റ് ചെയ്യുന്നത് എറയുടെ ആദ്യത്തെ ഇൻഡെക്സിനെ ആയിരിക്കും. ഇത് രണ്ടും ഒരേ മീനിങ് ആണ്. അപ്പോൾ ആദ്യത്തെ ഇൻഡെക്സിനെ അത് ലൊക്കേറ്റ് ചെയ്യണു. അത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർ AR, വാല്യൂ ഓഫ് AR, അപ്പോൾ ആദ്യത്തെ ഇൻഡെക്സിലെ വാല്യൂ ആണ് പ്രിൻ്റ് ആവുക. AR+1 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തത്, അതായത് 1004 എന്ന അഡ്രസ്സ് നമുക്ക് കിട്ടും. അതെന്താണ്? ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. 0 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇൻഡെക്സ്, അതാണ് 1 ഇൻഡെക്സ് കേട്ടോ. അത് കഴിഞ്ഞാൽ സി ഔട്ട് സ്റ്റാർ AR+1 എന്ന് പറയുമ്പോൾ തൊട്ട് നമുക്കിവിടെ സ്റ്റാർ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലത്തെ വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ 1000 എന്നുള്ളതിൽ സ്റ്റോർ ചെയ്തതുപോലെ 1004ൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ നമുക്ക് 12. 1004ലത്തെ വാല്യൂ നമുക്ക് 12 ആയിരിക്കും. അതുപോലെ നമുക്ക് ഓരോ ഇൻഡെക്സുകളിലെയും വാല്യൂസ് നമുക്ക് എടുക്കാം. ഇതാണ് നമുക്ക് സ്റ്റാർ ഇട്ട് കൊടുത്താൽ അതിലെ വാല്യൂ അല്ല എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് അതിൻ്റെ മെമ്മറി അഡ്രസ്സിനെ കാണിക്കുന്നു. ആ മെമ്മറി അഡ്രസ്സിനെ കാണിക്കുന്നത് പോയിന്ററിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അടുത്തതായി പഠിക്കാൻ പോകുന്നത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. എന്താണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട്, റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റിയിട്ട് പറയുക. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ സ്ട്രക്ചറിനകത്ത് ആ സ്ട്രക്ചറിനെ തന്നെ നമ്മൾ റെഫർ ചെയ്യുക വേറൊരു വേരിയബിൾ ഉപയോഗിച്ചിട്ട്. ആ വേരിയബിൾ ഒരു പോയിന്ററും കൂടിയാണ് ആ സ്ട്രക്ചറിൻ്റെ. അതിനെയാണ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുക, ഇൻറ്റ് ഈ കോഡ് നമുക്ക് ആദ്യത്തെ സ്ട്രക്ചറിലത്തെ വേരിയബിളാണ് ഈ കോഡ്. പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടർ, ഈ നെയിം, സാലറി, ഇത് മൂന്നും നമ്മുടെ സ്ട്രക്ചറിലെ എലമെൻറ്റ്സ് ആണ്. ഈ 3 എലമെൻറ്റ്സിന് പുറമെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ എംപ്ലോയി എന്ന സ്ട്രക്ചറിൻ്റെ ഒരു പോയിന്റർ ഇതിൻ്റെ അകത്ത് വെക്കുന്നു. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച ഒരു സ്ട്രക്ചറിലും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്ട്രക്ചറിനകത്ത് ആകെ സ്ട്രക്ചർ വേരിയബിൾസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പക്ഷേ ആ സ്ട്രക്ചർ വേരിയബിൾസിനെല്ലാം പുറമെ നമുക്ക് കാണുന്നത് എന്താണ്? ഒരു സ്ട്രക്ചറിലത്തെ ഒരു പോയിന്റർ അതിൻ്റെ അകത്ത് തന്നെ കാണുന്നു. അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തെ പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. In a self-referential structure, we can see a pointer which refers to the structure itself. ആ സ്ട്രക്ചറിനെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു പോയിന്ററിനെ നമുക്കിവിടെ കാണാം. ഇനി ഇവിടെ ഈ പോയിന്റർ ഏതാണ്? EP എന്നാണ് പോയിന്റർ കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ഇത് മെമ്മറിയുടെ അകത്ത് എങ്ങനെയാണ് ഇരിക്കണേന്ന് നോക്കാം. മെമ്മറിയുടെ അകത്ത് ഇതെങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ആദ്യം തന്നെ ഇപ്പോൾ സുനിൽ എന്ന പേരിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കണു. അതിൽ നമ്മളിപ്പോൾ ടേബിൾ നമ്പർ 15ലാണ് അതിരിക്കണത്. അത് കഴിഞ്ഞ് അതിൽ നിന്നും ഒരു ലിങ്ക് ഇവിടെ ടേബിൾ 12ലേക്കാണ്. അപ്പോൾ ആ 12 എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ അനിൽ കണ്ടോ. അപ്പോൾ അടുത്ത ലിങ്ക് അനിലിലേക്കായി. അത് കഴിഞ്ഞ് ഇവിടെ അനിൽ എന്ന് പറയുന്നതിൽ നിന്നുള്ള ലിങ്ക് ടേബിൾ 10 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ 10 എന്നുള്ള ടേബിളിലേക്ക് കണക്റ്റഡായി. ഇങ്ങനെ നമുക്ക് ലിങ്ക് വെച്ചിട്ട് കണക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ആ ലിങ്ക് വഴിയാണ് എല്ലാ ഭാഗത്തേക്കും ആ സ്ട്രക്ചറിനെ നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ സ്ട്രക്റ്റ് കീവേഡ് കൊടുത്തു, എംപ്ലോയി കൊടുത്തു. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇൻറ്റ് ഈ കോഡ്, ക്യാർ ഈ നെയിം, അതേപോലെ ഫ്ലോട്ട്, സാലറി, വേരിയബിൾസ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഒബ്ജക്റ്റ്, ഒരു ലിങ്ക് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആ സ്ട്രക്ചർ അവിടെ കഴിയുകയാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ.
അത് കഴിഞ്ഞ് മെമ്മറിയിൽ നമുക്ക് ഇതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണേ, ആ ലിങ്ക് വെച്ചിട്ട്. അപ്പോൾ ആ ലിങ്കിലൂടെ ഇതിങ്ങനെ കണക്റ്റഡായി അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിനെ കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആദ്യത്തെ എലമെൻറ്റിൽ നിന്നും ഒരു ലിങ്ക്, അപ്പോൾ അത് അടുത്ത എലമെൻറ്റിലേക്ക് പോകണു, അത് കഴിഞ്ഞ് അടുത്ത എലമെൻറ്റിലേക്ക് പോകണു, അങ്ങനെ. നെക്സ്റ്റ് ടോപ്പിക് ദ പോയിൻറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സാണ്. പോയിൻറ്റേഴ്സുമായിട്ട് നമുക്ക് ബന്ധമുള്ളതായിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആംപർസാൻഡും അതേപോലെ തന്നെ സ്റ്റാർ, ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് നമുക്ക് എന്താണ് ചെയ്യണം നോക്കാം. ആദ്യം തന്നെ പഠിക്കുന്നത് ആംപർസാൻഡ് എന്ന ഓപ്പറേറ്റർ എന്താ ചെയ്യണമെന്നാണ്. ആംപർസാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഡ്രസ് ഓഫ്. അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ട്, ശ്രദ്ധിക്കുക. PTR1 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ, അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് 1001 എന്ന വാല്യൂ ആണ്. ഇനി അത് അവിടെ ഇരിക്കുന്നു, അതിൻ്റെ അഡ്രസ്സ് 1500 ആണ്. ഇത് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. ഇത് ഇതിൻ്റെ മെമ്മറി അഡ്രസ്. ഏതൊരു വേരിയബിളിനും ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് താഴെ നം എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിൾ, നമ്മിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ 25 ആണ്. ഈ നമ്മിൻ്റെ ഇവിടെ നോക്കുക അഡ്രസ്സ് 1001 ആണ്. ഇവിടുത്തെ ഈ അഡ്രസ്സ് 1001 എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ PTR1 എന്ന് പറഞ്ഞതിൽ കണ്ടൻറ്റ്. അതുകൊണ്ട് തന്നെ PTR1നെ നമുക്ക് പറയാൻ പറ്റും അതൊരു പോയിൻ്റർ ആണെന്ന്. PTR1നെ എന്ത് പറയാം? പോയിൻ്റർ ആണ് എന്ന് നമുക്ക് പറയാം. കാരണം അതിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വേറൊരു മെമ്മറിയുടെ അഡ്രസ്സാണ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുക? ഇവിടെ രണ്ട് തരത്തിൽ നമുക്കിതിനെ കാണിക്കാവുന്നതാണ്. ആദ്യത്തത് Cout സ്റ്റാർ PTR1. സ്റ്റാർ എന്ന ഓപ്പറേറ്റർ അതിൻ്റെ അർത്ഥം വാല്യൂ അറ്റ്. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നമുക്ക് സ്റ്റാർ PTR1 എന്ന് പറയുമ്പോൾ PTR1ലെ വാല്യൂ എന്താണ് അതിനെ പ്രിൻ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് അർത്ഥം. അതല്ലെങ്കിൽ അതിന് നമുക്ക് സിമിലറായിട്ട് കൊടുക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് Cout num എന്നാണ്. അപ്പോൾ ഇത് രണ്ടും പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, PTR1ൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്താണ്? അഡ്രസ്സാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർ PTR1നെ നമ്മൾ പ്രിൻ്റ് ചെയ്താൽ വാല്യൂ ഓഫ് PTR1 ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ അഡ്രസ്സ് എവിടെയാണ് കിടക്കണത്? ഇവിടെയാണ്. ഇതിൻ്റെ അകത്തുള്ള വാല്യൂ എന്താണ്? 25 അപ്പോൾ ഈ വാല്യൂ തന്നെയാണ് PTR1നെ സ്റ്റാർ PTR1 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ രണ്ടിലും നമുക്ക് സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഒന്നും കൂടി പറയാം. സ്റ്റാർ PTR1 എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുമ്പോൾ വാല്യൂ അറ്റ് PTR1 ആണ്. PTR1 സ്റ്റാർ ഉള്ളത് കൊണ്ട് പോയിൻ്ററാണ്. പോയിൻ്റർ എന്താ ചെയ്യണേ? വേറൊരു മെമ്മറി അഡ്രസ്സിനെയാണ് എപ്പോഴും കാണിക്കുന്നത്. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പോയിൻ്റർ കാണിക്കുന്നത് വേറൊരു മെമ്മറി അഡ്രസ്സാണ്. അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ 25 ആയതുകൊണ്ട് നിങ്ങൾ Cout num എന്ന് പറഞ്ഞാലും 25 പ്രിൻ്റ് ആവുന്നു. അതുപോലെ സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാലും അവിടെ തന്നെ നമുക്ക് കിട്ടുന്നത് 25 ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യിക്കുമ്പോൾ 25 ആണ് നമുക്ക് പ്രിൻ്റ് ആവുക. ഇനി ഇതിൻ്റെ കുറച്ച് ഔട്ട്പുട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരണേ? ആദ്യം തന്നെ Cout ആംപർസാൻഡ് നം അഡ്രസ് ഓഫ് നം പ്രിൻ്റ് ചെയ്യാൻ. അഡ്രസ് ഓഫ് നം എന്താണ് വരുന്നത് നോക്കൂ. അഡ്രസ് ഓഫ് നം എന്താണ്? 1001 ആണ്. അപ്പം നമുക്ക് അവിടെ റിസൾട്ടായിട്ട് കിട്ടുന്നത് 1001 ആണ്. ഇനി Cout PTR1. Cout PTR1 എന്ന് പറഞ്ഞാൽ എന്താണ്? PTR1ൻ്റെ ഉള്ളിൽ എന്താണ് കിടക്കണേ? 1001 ആണ്. Cout num.
നമ്മിൻ്റെ ഉള്ളിൽ എന്താ കിടക്കണേ 25. അപ്പോൾ ആ 25 പ്രിൻ്റായി. സി ഔട്ട് സ്റ്റാർ PTR1. സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ അറ്റ് PTR1. അതിൻ്റെ അകത്തുള്ള വാല്യൂ എന്താണ്? 25. ഇനി ആംപർസാൻഡ് PTR1, അഡ്രസ് ഓഫ് PTR1. PTR1ൻ്റെ അഡ്രസ്സ് എന്താണ്? 1500, 1500. ഇനി നെക്സ്റ്റ് സി ഔട്ട് സ്റ്റാർ നം. സ്റ്റാർ നം എന്ന് പറഞ്ഞാൽ എന്താ? എററാണ്. എന്താ കാരണം? നം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോയിൻ്റർ അല്ല. പോയിൻ്റർ ആയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സ്റ്റാർ ഉണ്ടാവുള്ളൂ ഫ്രണ്ടിൽ. അപ്പോൾ 2 ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത് പോയിൻ്ററിൽ. ഒന്ന് ആംപർസാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ ആൻഡ് എന്ന് പറയുന്നു, മറ്റേത് സ്റ്റാർ എന്ന് പറയുന്നു. ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ അഡ്രസ് ഓഫ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എപ്പോഴും ഒരു പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഈ ചിത്രം നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ എന്താ ഉണ്ടാവണേ? PTR1 എന്ന് പറഞ്ഞ വേരിയബിൾ, അത് കഴിഞ്ഞിട്ട് അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് 1001 ആണ്. അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് എന്ത് ചെയ്യണം? ഈ PTR1 എങ്ങടാ ലൊക്കേറ്റ് ചെയ്യണം? വേറൊരു മെമ്മറിയുടെ അഡ്രസ്സിലേക്കാണ്. അതിലെ വാല്യൂ 25 ആണ്. അപ്പോൾ അതിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. ആ വാല്യൂവിനെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? സി ഔട്ട് സ്റ്റാർ PTR1. അപ്പോൾ വാല്യൂ അറ്റ് PTR1. അപ്പോൾ 25 എന്ന് നമുക്ക് കിട്ടി. അല്ലെങ്കിൽ വെറുതെ സി ഔട്ട് നം എന്ന് കൊടുത്താലും 25 കിട്ടും. അതുപോലെ ആംപർസാൻഡ് നം എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്രസ് ഓഫ് നം. നമ്മിൻ്റെ അഡ്രസ്സ് എന്താ? 1001. പിന്നെ PTR1 പ്രിൻ്റ് ചെയ്യുമ്പോൾ PTR1ൽ എന്താ കിടക്കണേ? 1001. പിന്നെ സി ഔട്ട് നമ്മിലെ വാല്യൂ 25. സ്റ്റാർ PTR1 നമുക്ക് PTR1ലെ വാല്യൂ 25. ആംപർസാൻഡ് PTR1, അഡ്രസ് ഓഫ് PTR1, അഡ്രസ് എന്താ? 1500. അത് കഴിഞ്ഞാൽ സ്റ്റാർ നം എന്ന് പറഞ്ഞാൽ എററാണ്. കാരണം എന്താ? നമ്പർ ഒരു പോയിൻ്റർ അല്ല, നമ്പർ ഒരു വേരിയബിൾ മാത്രമാണ്. അടുത്ത പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടു ഫൈൻഡ് ദ ആവറേജ് സെയിൽസ് ബൈ ദ സെയിൽസ്മാൻ. എങ്ങനെയാണ് ഒരു ആളുടെ അല്ലാതെ ഒരു കൂട്ടം ആളുകളുടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? അതാണ് അടുത്ത ടോപ്പിക്കിലൂടെ ചെയ്യുന്നത്. കഴിഞ്ഞ ടോപ്പിക്കിലും നമ്മൾ പറഞ്ഞിരുന്നു ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ആളുകളുടെ ഒരേപോലെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മെമ്മറി യൂസ് ചെയ്തുകൊണ്ട് ആ മെമ്മറിയിൽ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പത്തിൽ പറ്റും. എങ്ങനെയാണ് അത് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ട്രക്ചറിന് പേര് നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിരിക്കുന്നു, സെയിൽസ് ഡാറ്റ. ഇഷ്ടമുള്ള പേര് കൊടുക്കാം നമുക്ക്. ഇവിടെ സെയിൽസ്മാൻ്റെ ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് സെയിൽസ് ഡാറ്റ എന്ന പേര് തിരഞ്ഞെടുത്തത്. ഇനി ഇതിലുള്ള എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റിജറായിട്ടുള്ള സെയിൽസ്മാൻ്റെ കോഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ക്യാരക്ടറായിട്ട് നെയിം, ആ സെയിൽസ്മാൻ്റെ പേര്. അത് കഴിഞ്ഞ് ഫ്ലോട്ട് എമൗണ്ട്, നമുക്ക് എത്രത്തോളമാണ് നമ്മൾ അവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, എത്ര നമ്പർ ഓഫ് സെയിൽസ്മാൻമാരുടെയാണ് നമുക്ക് വേണ്ടത്, അതാണ് നമ്മളിവിടെ എറേ ആയിട്ട് കൊടുത്തതിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് എറേ എന്ന് പറയുന്ന സാധനം. 15 നെയിം 15 എന്ന് പറഞ്ഞാൽ 15 അതിൻ്റെ സൈസ്. അതുപോലെ എമൗണ്ടിൻ്റെ സൈസ് 12 നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള സൈസ് കൊടുക്കാം. ഫ്ലോട്ട് ആവറേജ്, നമ്മൾ ആവറേജ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫ്ലോട്ട് കൊടുത്തത്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡെസിമലായിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ സ്ട്രക്ചർ ഇവിടെ കഴിഞ്ഞു. ഇനി മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡിനകത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇവിടെ ഒരു സെയിൽസ്മാൻ്റെ അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പകരം 20 സെയിൽസ്മാൻമാരുടെ. അതാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ മെയിൻ മെത്തേഡാണ് ആദ്യം തന്നെ എക്സിക്യൂട്ട് ആവുന്നത്. മെയിൻ മെത്തേഡ് എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് ഈ സെൻറ്റൻസ് സെയിൽസ് ഡാറ്റ S20 എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ മെയിൻ മെത്തേഡിലൂടെ എന്താണ് ഈ സെയിൽസ് ഡാറ്റ എന്ന് തിരയുമ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളതായ നമ്മുടെ ഈ സ്ട്രക്ചറിലേക്ക് അത് തനിയെ പോയി അതവിടെ കണ്ടുപിടിച്ച ശേഷം അവിടെ നിന്നും ആ സെയിൽസ് ഡാറ്റയിലുള്ള കോഡ്, നെയിം, എമൗണ്ട്, ആവറേജ് ഈ എലമെൻസിലേക്ക് അത് കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ അത് കഴിഞ്ഞാൽ നമ്മളിവിടെ വേറെ വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്ലോട്ട് സം,
നമുക്കിവിടെ സമ്മ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സെയിൽസ്മാൻ എത്ര ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന അയാളുടെ സെയിൽസ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ സം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്പർ ഓഫ് സെയിൽസ്മാൻ, നമുക്ക് എത്ര ആളുടെ, ഇപ്പോൾ 20 സൈസ് കൊടുത്തു എന്ന് വെച്ചാലും നമുക്കവിടെ 20 തന്നെ എടുത്തോളണം എന്ന് നിർബന്ധമില്ല. നമുക്ക് മാക്സിമം 20 വരെ കൊടുക്കാം. 10 ആയാലും കുഴപ്പമില്ല, 5 ആയാലും കുഴപ്പമില്ല, 15 ആയാലും കുഴപ്പമില്ല. പക്ഷേ 20 എന്ന സൈസ് കൊടുത്തു കഴിഞ്ഞാൽ 25 പേരുടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ അത് എറർ കാണിക്കും, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളിവിടെ ആ എന്നിൻ്റെ വാല്യൂ യൂസറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് യൂസർ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വാല്യൂ 10 എന്ന് കൊടുത്താൽ അപ്പോൾ എന്നിൻ്റെ വാല്യൂ 10 ആയിട്ട് മാറും. ബാക്കിയുള്ള 10 മെമ്മറി സ്പേസ് അവിടെ വെറുതെ കിടന്നോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇവിടെ ഫോർ ലൂപ്പ്, എന്തിനാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ 20 ആളുടെ അല്ലെങ്കിൽ 10 ആളുടെ അല്ലെങ്കിൽ 5 ആളുടെ സ്റ്റോർ ചെയ്യണമെങ്കിൽ മെമ്മറിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് അവിടെ സ്റ്റോർ ആവുന്നത്. അപ്പോൾ ആ മെമ്മറിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഫോർ ലൂപ്പ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഫോർ ലൂപ്പിലൂടെ നമ്മളിത് സ്റ്റോർ ചെയ്യിച്ച് കഴിയുമ്പോൾ ഇവിടെ കാണാം ഐ എന്ന് പറയുന്നത് ഈ മെമ്മറിയുടെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. നമുക്ക് ഒരു മെമ്മറി ബ്ലോക്ക്, ആ മെമ്മറി ബ്ലോക്കിനകത്ത് ഇങ്ങനെ അത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഇൻഡെക്സ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഇൻഡെക്സ് 0 എന്ന് കൊടുത്തത് ഈ ഫസ്റ്റ് ലൊക്കേഷനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ആദ്യത്തെ സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യത്തെ മെമ്മറിയിൽ വരും. അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ i<n, ഇപ്പോൾ സപ്പോസ് എൻ്റെ എന്നിൻ്റെ വാല്യൂ 5 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് വരും? ഐയുടെ വാല്യൂ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്, i 5 വരെ, അത് 5 വരെ വർക്ക് ചെയ്യും, i++ എന്ന് വരുന്നു. അപ്പോൾ 5 വരെ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അർത്ഥം? ഇവിടെ 0, 1, 2, 3, ഇവിടെ ഒരു 4ഉം കൂടി നമുക്ക് വരും. അപ്പോൾ 5 മെമ്മറി ലൊക്കേഷൻസ് ആയിട്ട് അത് മാറുന്നു. ഇനി അത് കഴിഞ്ഞാൽ i<n ആണ്, അപ്പോൾ 5 വരുന്നില്ല, അതുകൊണ്ടാണ് 0 മുതൽ 4 വരെ. ഇനി ഫോർ ലൂപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ തവണ അത് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഇൻഡെക്സ് എന്താണ്? 0 ആണ്. ആ ഇൻഡെക്സിലിരുന്നു കൊണ്ട് എൻ്റർ ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ ഒരു i+1 എന്ന് കാണാം. എന്താണ് ഈ i+1? എപ്പോഴും ഈ 0 എന്ന് പറയുന്നത് ആ മെമ്മറി സ്പേസിലൊന്നുമില്ല, വേക്കൻ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി സ്പേസിലാണ് നമ്മൾ ഈ വാല്യൂവിനെ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൽ ആദ്യത്തെ പൊസിഷനിൽ നമ്മളൊരു സാധനം കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ എന്താണ്? നമ്മളൊരിക്കലും ഇപ്പോൾ കുട്ടികളുടെയൊക്കെ റോൾ നമ്പർ 0 എന്ന് പറയുന്നില്ല, റോൾ നമ്പർ 1ലാണ് അത് സ്റ്റാർട്ട് ചെയ്യണത്. അതുപോലെ ഇവിടെ നമുക്ക് ഈ ഇൻഡെക്സ് 0 ആണെങ്കിലും അതിൻ്റെ പൊസിഷൻ എന്ന് പറയാം. ഈ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ i+1 ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ 1 ആണ്, ഇവിടെ 2 ആണ് പൊസിഷൻ, ഇവിടെ 3 ആണ് പൊസിഷൻ, ഇവിടെ 4 ആണ് പൊസിഷൻ, ഇവിടെ 5 ആണ് പൊസിഷൻ. ഇങ്ങനെ ഓരോന്നും പൊസിഷൻ വൈസ് നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ കാണിക്കുന്നതിന് വേണ്ടി i+1 എന്ന് നമ്മൾ വെക്കുന്നു. അപ്പോൾ i+1 എന്തിനെയാണ് സൂചിപ്പിക്കണേ? പൊസിഷനെയാണ് കാണിക്കുന്നത്. അതിവിടെ 0 വരുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്തായി മാറുന്നു? ആദ്യത്തെ ആളുടെ റെക്കോർഡായി മാറുന്നു. ഇനി /n നമ്മൾ നേരത്തെ പറഞ്ഞു, പുതിയ ലൈനിൽ സെയിൽസ് കോഡ് പ്രിന്റ് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, s(i) ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് s(i.code) എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം പ്രിന്റ് ചെയ്യിക്കുമ്പോൾ s0.code എന്നായി മാറും. s0.code ആയിട്ട് മാറുമ്പോൾ ആദ്യത്തെ സെയിൽസ്മാൻ്റെ കോഡ് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതേപോലെ ഇവിടെ s(i.name) എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളുടെ പേര്. ഇനി ഫോർ ലൂപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് കണ്ടിന്യൂസ്ലി ആയിട്ട് പൊക്കോളും. അതായത് ആദ്യം S0 ആദ്യത്തെ സെയിൽസ്മാൻ, പിന്നെ രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ, പിന്നെ നാലാമത്തെ, പിന്നെ അഞ്ചാമത്തെ, അങ്ങനെ നമുക്ക് ഇവിടെ ഈ 4 ഇൻഡെക്സ് വരെയുള്ള എല്ലാ ഡാറ്റാസും അതുപോലെ തന്നെ അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ അത് കണ്ടിന്യൂസ്ലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായി പോയിന്റർ യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം.
പോയിൻ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഡൈനമിക് ആയിട്ടുള്ള മെമ്മറി അലൊക്കേഷൻ നടക്കുന്നു. ഈ ഡൈനമിക് ആയിട്ടുള്ള മെമ്മറി അലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളവിടെ ആവശ്യമായിട്ടുള്ള വാല്യൂസൊക്കെ എൻ്റർ ചെയ്യുന്നത്. അതിനായിട്ടുള്ള മെമ്മറിനെ നമ്മൾ ആ സമയത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കാം, നമുക്ക് മെയിൻ ഫംഗ്ഷനിനകത്ത് ആദ്യം തന്നെ പോയിൻ്റർ വേരിയബിളെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? സ്റ്റാർ ഇട്ടിട്ട്. കാരണം നോർമൽ വേരിയബിൾ ആണെങ്കിൽ നമുക്കൊരിക്കലും സ്റ്റാർ ഉണ്ടായിരിക്കില്ല. സാധാരണ വേരിയബിൾ വെറുതെ ഇൻറ്റ് എ ഇൻറ്റ് ബി ഇൻറ്റ് സി അങ്ങനെയാണ് കൊടുക്കുക. ഇവിടെ പോയിൻ്റർ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു? ഇവിടെ നമ്മൾ ഈ സ്റ്റാർ ഇട്ടാൽ മാത്രമാണ് അതൊരു പോയിൻ്റർ വേരിയബിളായിട്ട് മാറുന്നത്. നെക്സ്റ്റ് നമ്മളിവിടെ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് നമ്മളിപ്പോൾ കുറച്ച് കുട്ടികളുടെ ഹൈറ്റാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് വേണം? എത്ര സ്റ്റുഡൻസാണ് നമ്മൾ ഉദ്ദേശിക്കണേ. കാരണം ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? യൂസറാണ് തീരുമാനിക്കണത് എത്ര സ്റ്റുഡൻസിൻ്റെ ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എത്ര സ്റ്റുഡൻസിൻ്റെ നമുക്ക് കൊടുക്കണം എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണു? എൻ എന്നുള്ള ഒരു വേരിയബിൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ സമ്മ്, എസ് എന്നുള്ള വേരിയബിൾസ്, എസ്സെന്നോ സമ്മെന്നോ വേരിയബിൾസിൻ്റെ പേര് കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എൻ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് കൊടുത്തു, എസ് സമ്മിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞാൽ ഫ്ലോട്ട് ആവറേജ് ഹൈറ്റ്. ഇനി വേറൊരു കാര്യമുള്ളത്, നമുക്ക് ആവശ്യമെങ്കിൽ ഇൻറ്റിജർ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ട് കൊടുക്കാം. എന്താണ് ഇൻറ്റിജർ കൊടുക്കുമ്പോൾ ഉണ്ടാവണേ? നമ്മളവിടെ എന്താണോ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം തന്നെ ഹോൾ നമ്പേഴ്സ്, സ്ഥിരസംഖ്യകളായിട്ടാണ് നമ്മൾ കൊടുക്കണേ ഇൻറ്റിജറിൽ. ഫ്ലോട്ട് ആവുമ്പോൾ എന്താ ഉണ്ടാവണേ? ഡെസിമൽ ആയിട്ടുള്ള വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഡെസിമൽ ആയിട്ടുള്ള വാല്യൂസാണ് സ്റ്റോർ ചെയ്യിക്കുക. സാധാരണ എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഫ്ലോട്ട് കൊടുക്കണേ, എന്തിനാണ് ഇൻറ്റിജർ കൊടുക്കണേ. അപ്പോൾ നമ്മുടെ പർപ്പസ് ആലോചിക്കുക, അതനുസരിച്ച് നമുക്ക് ഇൻറ്റിജർ ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇൻറ്റിജർ കൊടുക്കുക, ഫ്ലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഫ്ലോട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പം ഫ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത് ആവറേജ് ഹൈറ്റിന്. കാരണം ഒരുപാട് കുട്ടികളുടെ ഹൈറ്റ് നമ്മൾ ടോട്ടൽ ചെയ്ത ശേഷം അതിൻ്റെ ആവറേജ് ശരാശരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് അതെപ്പോഴും നമുക്ക് ഒരു ഭിന്നസംഖ്യ, ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആണ് കിട്ടുക. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ HTPTR, നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞു. HTPTR ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റ്. എന്താണ് ഈ ന്യൂ എന്ന് പറയുന്നത്? ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നതാണ് ന്യൂ ഓപ്പറേറ്റർ. എന്നാൽ അതുപോലെ തന്നെ ആവശ്യമില്ലെങ്കിൽ നമുക്കതിനെ ഡി അലോക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഡിലീറ്റ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നമ്മളിവിടെ HTPTR എന്ന പേരിൽ ഒരു പോയിൻ്ററിനെ എടുക്കുകയാണ്. അതിന് വേണ്ടി കൊടുത്തതാണ് എന്ത്? ന്യൂ എന്നുള്ള മെമ്മറി. അപ്പോൾ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ആ മെമ്മറീനെ അലോക്കേറ്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞാൽ എൻറ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. എൻ വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഇൻപുട്ട് ചെയ്തു. അതിനുശേഷം ഫോർ ലൂപ്പ് കൊടുക്കുന്നു. എന്തിനാണ് ഫോർ ലൂപ്പ് കൊടുക്കണേ? നമുക്ക് ഈ ഫോർ ലൂപ്പിലൂടെയാണ് നമ്മൾ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളുടെ ഹൈറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ദാ എൻറ്റർ ഹൈറ്റ്. അപ്പോൾ ഇവിടെ I+1. എന്തുകൊണ്ടാണ് I+1? കാരണം 0 ഇൻഡെക്സ് ആണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് ഒന്നാമത്തെ തൊട്ടിട്ട്, അതായത് എപ്പോഴും നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ആ മെമ്മറി ബ്ലാങ്ക് ആയതുകൊണ്ട് അവിടെ അത് 0 എന്ന ഇൻഡെക്സിലാണ് സ്റ്റോർ ചെയ്യണേ. പക്ഷേ ഒരിക്കലും നമുക്കത് 0 എന്ന നമ്പറിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് നമ്മളെപ്പോഴും അത് ആദ്യത്തെ കുട്ടിയുടെ ഹൈറ്റ് അങ്ങനെയാണ് പറയുക. അപ്പോൾ 0+1 ചെയ്താൽ മാത്രമാണ് നമുക്കവിടെ അത് 1 ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഇവിടെ നമുക്കറിയാം, ഇൻഡെക്സ് 0-യിലാണ് തുടങ്ങുന്നത്. കാരണം എന്താ? മെമ്മറി എപ്പോഴും ആദ്യം ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കണേ. അവിടെയാണ് നമ്മൾ ഈ വാല്യൂ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എൻറ്റർ ഹൈറ്റ്, പിന്നെ CIN *HTPTR +I. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക്, ഇതുപോലെ കുറേയധികം ലൊക്കേഷൻസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൊക്കേഷനുകളാണെങ്കിൽ നമുക്ക് അടുത്തടുത്ത് വരുന്ന ലൊക്കേഷനുകളിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൂപ്പിനകത്ത് ഈ ഒരു *HTPTR +I എന്നുള്ളത് കൊടുത്തത്.
അത് കഴിഞ്ഞാൽ സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ, ഓരോ ഹൈറ്റ് നമ്മൾ എത്ര കുട്ടികളുടെ എൻട്രി ചെയ്തോ, 10 കുട്ടികളുടെ ആണെങ്കിൽ 10 പേരുടെ ആ എല്ലാവരുടെയും ഹൈറ്റ് നമ്മൾ ടോട്ടൽ ചെയ്ത ശേഷം എന്ത് ചെയ്യണോ, നമ്മൾ ആ ടോട്ടൽ ചെയ്തത് ഈ സമ്മിലേക്ക് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് ലൂപ്പിന് പുറത്ത് വന്നിട്ട് ആവറേജ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫ്ലോട്ടാണ് ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്ലോട്ട് എന്ന ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല, ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഫ്ലോട്ട് എന്ന് എഴുതിയിട്ട് S/n, ഇതാണ് നമ്മുടെ ഫോർമുല. എന്താണ് S/n? അതായത് ടോട്ടൽ സമ്മ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അത് കഴിഞ്ഞ് നമ്മൾ ആവറേജ് ഹൈറ്റ് പ്രിന്റ് ചെയ്യണു. ഇനി പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം റിട്ടേൺ 0 ആണ്. റിട്ടേൺ 0 എന്ന് വരുന്നത് ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തത് കൊണ്ടാണ്. അതായത് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റ് മെയിൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്താൽ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നിടത്ത് റിട്ടേൺ 0 എന്ന് കൊടുക്കണം. അതിന് പകരം വോയിഡ് മെയിൻ എന്നാണ് കൊടുത്തത് വെച്ചാൽ അവസാനിക്കുന്നിടത്ത് ഗെറ്റ് CH എന്ന് കൊടുക്കും. നമ്മുടെ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ടോട്ടൽ സ്കോർ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആ സ്ട്രക്ചറിലൂടെ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ഡാറ്റകൾ എങ്ങനെ കൊടുക്കാം, അത് കഴിഞ്ഞ് ആ സ്ട്രക്ചറിലേക്ക് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം, ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്, അതുപോലെ ആ സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ, ആ സ്റ്റുഡൻറ്റിൻ്റെ പേര്, ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഒരു സ്ട്രക്ചർ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ഇവിടെ നമുക്ക് കാണാം ടു ഫൈൻഡ് ദ ടോട്ടൽ സ്കോർ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. #include iostream.h. എന്തിനാണ് iostream കൊടുക്കുന്നത്? iostream എന്ന് പറയുന്നത് ഒരു ഹെഡർ ഫയലാണ്. എന്താണ് ഒരു ഹെഡർ ഫയൽ എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് ഫങ്ഷനുകളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം C++ പ്രോഗ്രാമിലെല്ലാം തന്നെ Cout, Cin എന്നിങ്ങനെയുള്ള ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ Cout എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേ ചെയ്യാൻ നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററിൽ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താണോ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയി വരേണ്ടത് അതാണ് നിങ്ങൾ ഈ പറഞ്ഞ Coutലൂടെ കൊടുക്കുന്നത്. Cin എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ട് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. എന്താണോ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് അത് നമുക്ക് Cin എന്ന സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ Cout, Cin എന്നീ വാക്കുകളെല്ലാം ഒരു C++ ചെയ്യുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ C++ ഓൾറെഡി കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ Couട്ടും Cinനും എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭ്യമാവുക, അതിന് വേണ്ടിയിട്ടാണ് ഹെഡർ ഫയൽ ഉപയോഗിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല ഹെഡർ ഫയലായിട്ടുള്ളത്, ഇതുപോലെ ഒരുപാട് ഹെഡർ ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഓരോ പ്രോഗ്രാം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള ഫങ്ഷനുകളെയെല്ലാം നമുക്ക് ഉപയോഗിക്കാം. എല്ലാ ഫങ്ഷനും കാണാതെ പഠിക്കുക എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ആവശ്യം എന്തോ അതനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫങ്ഷനുകളെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ Cout, Cin എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഫങ്ഷനുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് iostream.h എന്ന ഹെഡർ ഫയലിനകത്താണ്. ഇതുപോലെ വേറെയും ഹെഡർ ഫയലുകളുണ്ട്, നമുക്ക് ആവശ്യം വരുന്നതിനനുസരിച്ച് അതിനെ നമുക്ക് ഉപയോഗിക്കാൻ. അടുത്തതായിട്ട് #include cstdio.h. എന്താണ് cstdio.hൻ്റെ ഉപയോഗം? അതായത് നമ്മൾ ഒരു പേരാണ് സ്റ്റോർ ചെയ്യണേന്ന് വിചാരിക്കുക. നമുക്കറിയാം ഒരു പേര് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരവിന്ദ് കൃഷ്ണ. അപ്പോൾ ഈ അരവിന്ദ് എന്ന പേര് കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ടിട്ടാണ് കൃഷ്ണ എന്നുള്ള പേര് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ Cout, Cin എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻപുട്ടിന് വേണ്ടി ശ്രമിച്ചാൽ ആ അരവിന്ദ് എന്ന ഒരു വാക്കോ അല്ലെങ്കിൽ A എന്ന ഒരു അക്ഷരമോ മാത്രമേ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനും കാണിക്കാനും സാധിക്കുള്ളൂ. പകരം നമുക്ക് ആ വാക്ക് കഴിഞ്ഞൊരു സ്പേസ് കഴിഞ്ഞ് കൃഷ്ണ എന്നുള്ള പേര് കൂടി ചേർത്ത് പ്രിൻ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അതിനായിട്ട് നമുക്ക് വേറെ ഫങ്ഷനുകൾ ഉപയോഗിക്കണം.
അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരെന്താ അറിയോ? ക്യാരക്ടറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനുകൾ. കാരണം ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്. നമുക്കൊരു പേര് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അക്ഷരങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടം ലെറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫങ്ഷൻസും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷനുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഹെഡർ ഫയലാണ് cstdio.h എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ cstdio.h എന്ന ഹെഡർ ഫയൽ നമുക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സ്ട്രിംഗ് ഫങ്ഷനുകളെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നെയിം, അഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇൻപുട്ട് ചെയ്യാനും അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഔട്ട്പുട്ടിലൂടെ ഡിസ്പ്ലേ ചെയ്യിക്കാനും സാധിക്കുള്ളൂ. യൂസിങ് ദ നെയിം സ്പേസ് std. എന്താണ് നെയിം സ്പേസ്? നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു മെമ്മറിയിലാണ് പോയിട്ട് സ്റ്റോർ ചെയ്യണേ എന്നുള്ളൊരു സങ്കല്പം. ആ ഒരു ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം കമ്പ്യൂട്ടറിൻ്റെ എല്ലാം എപ്പോഴും മെമ്മറിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതാണ് ഒരു നെയിം സ്പേസ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എന്ന പേരിലാണ് നമ്മളിവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് സ്ട്രക്ട് എന്ന് പറയുന്നത് കീവേഡാണ്. ഈ കീവേഡിൻ്റെ സഹായത്തോടെ, കീവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ്, ഈ വാക്കുകളുടെ പ്രയോജനം എന്താണ് എന്ന് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമ്മളിവിടെ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ കീവേഡുകൾ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ നമുക്ക് പ്രയോജനം എന്നുള്ളതെല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ട് കൃത്യമായി നമ്മളത് ഉപയോഗിച്ചാൽ അതനുസരിച്ച് നമുക്ക് അവിടെ അത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അപ്പോൾ സ്ട്രക്ട് എന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു സ്ട്രക്ചറിനെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുക. പിന്നെ അത് കഴിഞ്ഞ് കാണാം സ്റ്റുഡൻറ്റ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം നമുക്ക്. പേരുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അർത്ഥമുള്ള പേരുകൾ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ചാണ് ഒരു സ്ട്രക്ചറിൽ ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റുഡൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ് അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കാം. ഇനി ഇതിൽ എന്തെല്ലാമാണ് നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഇൻറ്റിജർ, രജിസ്റ്റർ നമ്പർ, കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ ഇപ്പോൾ സാധാരണ നമ്മുടെ റോൾ നമ്പർ പോലെ തന്നെ ഒരു കുട്ടി ഒരു കോഴ്സിന് ചേരുമ്പോൾ കൊടുക്കുന്ന ഒരു നമ്പറാണ് രജിസ്റ്റർ നമ്പർ. പിന്നെ കെയർ നെയിം 20. എന്താ അത്? പേര് സ്റ്റോർ ചെയ്യിക്കുമ്പോൾ ചില പേരുകൾ വലിപ്പം കൂടുതലുണ്ടാവാം, ചില പേരുകൾ വലിപ്പം കുറവായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ പേരുകൾ സ്റ്റോർ ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് സൈസ് 20 എന്ന് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. 10 കൊടുക്കാം, അതുപോലെ 30 കൊടുക്കാം, എത്ര വേണമെങ്കിൽ കൊടുക്കാം. ആ സൈസ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത്ര വരെ, അതായത് 20 വരെ അല്ലെങ്കിൽ 30 വരെ, അങ്ങനെ നമുക്ക് അത്രയും ലെറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യിക്കാം. പിന്നെ അപ്പോൾ അത് ക്യാരക്ടർ. ഇനി ഇവിടെ താഴെ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അസസ്മെൻറ്റ് മാർക്കുകളാണ്. നമ്മൾ സാധാരണയായിട്ട് ക്ലാസ്സിലുണ്ടാകുന്നതായ ഇവാലുവേഷൻസ് അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഇവാലുവേഷൻസ്, ടോട്ടൽ ഇവാലുവേഷൻസ്, ഇതൊക്കെ സ്റ്റോർ ചെയ്യിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഷോർട്ട്. ഷോർട്ട് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ്. ഇൻറ്റിജറിനേക്കാൾ ചെറുതാണ് ഷോർട്ട് എന്നുള്ള ഡാറ്റ ടൈപ്പ്. അപ്പോൾ അങ്ങനെ നമുക്ക് വേറൊരു പുതിയ ഡാറ്റ ടൈപ്പിനെ കൂടി നമ്മളിവിടെ പരിചയപ്പെടുന്നു. ഇത്രയുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ അറിയോ? സ്ട്രക്ചർ എലമെൻറ്റ്സ്. ഒരു സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്തൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രക്ചർ എലമെൻറ്റ്സ് എന്നുള്ളത്. ഈ സ്ട്രക്ചർ എലമെൻസിൻ്റെ എണ്ണത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. കാരണം ഒരു സ്ട്രക്ചറിൽ നിങ്ങൾക്ക് എത്ര എലമെൻറ്റ്സ് വേണമോ അത്രയും എലമെൻറ്റ്സിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അതനുസരിച്ചാണ്. കാരണം എന്താ, ഇതിന് ഒരു പ്രത്യേകത പറഞ്ഞാൽ സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. എന്താണ് ഈ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ യൂസറാണ് തീരുമാനിക്കണേ എങ്ങനെയായിരിക്കണം ഇത് എഴുതണേന്ന്. അപ്പോൾ യൂസറിന് എന്താണോ ആവശ്യമായിട്ടുള്ളത്, യൂസറിൻ്റെ താല്പര്യം എന്താണോ അതനുസരിച്ച് യൂസറിന് എത്രത്തോളം വലിയ സ്ട്രക്ചർ വേണമോ അത്രയും വലിയ സ്ട്രക്ചറിനെ യൂസറിന് വേണമെങ്കിൽ
ഉണ്ടാക്കാം. അതുപോലെ എത്ര ചെറിയ സ്ട്രക്ചർ വേണമോ അത്രയും ചെറിയ സ്ട്രക്ചറും യൂസറിന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട് മെമ്മറിയിൽ. അപ്പോൾ അതെങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? അപ്പോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എത്രത്തോളം എലമെൻറ്റ്സ് ഉണ്ടോ അത്രത്തോളം മെമ്മറി അവിടെ നമുക്ക് വിസ്താരമായിട്ട് അത് റിസർവ് ചെയ്ത് അതിൻ്റെ അകത്ത് ഓരോ ഡാറ്റകളായിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, എത്ര ബൈറ്റ്സ് ആണ് ആ ഡാറ്റ ടൈപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നത്, അതനുസരിച്ചാണ് അതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. ഇനി അടുത്ത സെക്ഷനിൽ പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു സെമി കോളൻ കാണാം. എന്താണ് ഈ സെമി കോളൻ്റെ ആവശ്യം? ഈ സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രക്ചർ അവിടെ അവസാനിച്ചു എന്നാണ് അർത്ഥം. സെമി കോളൻ നിർബന്ധമാണ്. സ്ട്രക്ചർ കഴിയുമ്പോൾ സെമി കോളൻ ഇട്ടിട്ടാണ് നമ്മളത് അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മുടെ അടുത്തതായിട്ട് മെയിൻ മെത്തേഡിനെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് ഈ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്? ഏത് പ്രോഗ്രാം എടുത്താലും അതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഈ മെയിൻ മെത്തേഡ് കാണാം. എന്തിനാണ് നമ്മൾ ഈ മെയിൻ മെത്തേഡ് എഴുതുന്നത്? മെയിൻ മെത്തേഡിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഈ പഠിക്കുന്ന C++ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. എന്താണ് ഈ ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിന് തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ എങ്ങനെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനെ നമ്മൾ ഓരോ ഫങ്ഷനുകളാക്കി തിരിച്ചിരിക്കുന്നു. ഇതിന് മുൻപ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിന് മുൻപ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 1000 ലൈനുകളൊക്കെ ഉണ്ടാവും ഒരു പ്രോഗ്രാമിൽ. അത്രയും വലിയ പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സമയം നമുക്ക് എടുക്കുന്നു. അപ്പോൾ അത്രയും സമയം നമ്മൾ എടുക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ പിന്നീട് മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പിന്നീട് വന്ന ഒരു സിസ്റ്റമാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന രീതി. അപ്പോൾ ഈ രീതി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഒരു പ്രോഗ്രാമിനകത്ത് എന്തായാലും ഒരു മിനിമം ഒരു മെയിൻ മെത്തേഡ് ഉണ്ടാകും. ഈ മെയിൻ മെത്തേഡിൻ്റെ പ്രത്യേകത നമ്മുടെ പ്രോഗ്രാം എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ മെയിൻ മെത്തേഡാണ് വർക്കാവുക. മെയിൻ മെത്തേഡ് വർക്കായ ശേഷം മാത്രമേ അതിനകത്തുള്ള ബാക്കി ഭാഗങ്ങളിലേക്ക് അത് പോവുള്ളൂ. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ മെയിൻ മെത്തേഡ് എത്തി നമ്മൾ. ഈ മെയിൻ മെത്തേഡാണ് ആദ്യം വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ മെയിൻ മെത്തേഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സെൻറ്റൻസ് ഇവിടെ കാണാം. സ്റ്റുഡൻറ്റ് എസ്. എന്താണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻറ്റ് എന്ന വാക്ക് കാണുമ്പോൾ തന്നെ ഈ മെയിൻ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിക്ക് അറിയില്ല സ്റ്റുഡൻ്റ് എന്ന്. മെമ്മറി ഉടനെ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിലേക്ക് പോകും. എന്നിട്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, കണ്ടോ? ഇതെന്താണ്? സ്ട്രക്ചറിൻ്റെ പേരാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് അത് കണക്റ്റ് ആവുന്നത്. ഒന്നും കൂടി പറയാം. നമുക്കിവിടെ സ്റ്റുഡൻറ്റ് എസ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്തുണ്ടാവണോ? ഈ സ്റ്റുഡൻറ്റ് എന്ന പേര് അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റ് എന്ന വാക്ക് എന്താണ് നമ്മുടെ മെമ്മറിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ മെമ്മറി മെയിൻ മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റ് എന്ന ആ വാക്കിൽ എത്തിക്കഴിയുമ്പോൾ മെമ്മറിയിൽ പോയിട്ട് പ്രോഗ്രാമിൻ്റെ തുടക്കം മുതലാണ് ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എവിടെയാണ് അത് വരണേന്ന് ചെക്ക് ചെയ്തപ്പോൾ അതാ ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് കണ്ടു. അപ്പോൾ ഇത് സ്ട്രക്ചറാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ സ്ട്രക്ചറിനെ നമ്മൾ റെഫർ ചെയ്യുന്നതാണ് ഈ എസ്. അതിൻ്റെ ഓബ്ജക്റ്റ്, സ്ട്രക്ചറിൻ്റെ ഓബ്ജക്റ്റാണ് ഈ എസ് എന്ന് പറയുന്ന ലെറ്റർ. നിങ്ങൾക്ക് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി സ്റ്റുഡൻറ്റിൻ്റെ എസ് എന്ന് കൊടുത്തു. ST എന്ന് കൊടുക്കാം, S1 എന്ന് കൊടുക്കാം, എന്തും കൊടുക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞ് ഒരു പുതിയ വേരിയബിൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ പുതിയതായിട്ടുള്ള വേരിയബിൾസിനെയൊക്കെ നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള പ്രത്യേകത ഓർക്കുക. ഇനി ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം നോക്കുക. S.register number. എന്തുകൊണ്ടാണ് S.register number വന്നത്? ഇവിടെ S എന്താണ്? സ്റ്റുഡൻറ്റ് എന്ന സ്ട്രക്ചറിൻ്റെ ഒരു
റെഫറൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എസ് ആ സ്റ്റുഡൻറ്റിനെയാണ് കാണിക്കുന്നതെങ്കിൽ ആ എസിൻ്റെ രജിസ്റ്റർ നമ്പർ, അപ്പോൾ ആ സ്റ്റുഡൻ്റ് ഏതാണോ ആ സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പറിനെ നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ എന്ന് കൊടുത്തിട്ടുള്ള വേരിയബിൾ ഉണ്ട് നമുക്ക് സ്ട്രക്ചറിൽ. അപ്പോൾ അതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടന്നാൽ എൻറ്റർ നെയിം. ഈ നെയിം എൻറ്റർ ചെയ്യുമ്പോൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നോക്കുക, ഗെറ്റ്സ് എന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ ഗെറ്റ്സ് കൊടുക്കാനുള്ള കാരണം? നമുക്കൊരു പേര് കൊടുക്കുമ്പോൾ ആ പേരിൻ്റെ ഇടയിൽ സ്പേസ് വരും. പിന്നെ വലിയ പേരുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, ലെറ്റേഴ്സ് ഉണ്ടാവും അതിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്, ഒരുപാട് വാക്കുകൾ നിറഞ്ഞ പേരുകൾ, വലിയ പേരുകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചെറിയ പേരുകൾ വന്നാലും നമുക്കത് സ്റ്റോർ ചെയ്യിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഗെറ്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഹെഡർ ഫയലാണ് cstdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്താണ് നമ്മുടെ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹെഡർ ഫയലുകൾ, ഓരോ ഹെഡർ ഫയലുകൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗെറ്റ്സ് യൂസ് ചെയ്യണതിൻ്റെ കാരണം എന്താ? നമുക്കിവിടെ നെയിമാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നെയിമിൽ എന്തുണ്ട്? ഒരു കൂട്ടം ലെറ്റേഴ്സാണ് നെയിമിൽ വരിക. അപ്പോൾ ആ ലെറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടി ഗെറ്റ്സ് എന്ന ഫംഗ്ഷനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്നത് എന്താണ്? നെയിമാണ്. അപ്പോൾ അവിടെ അതെങ്ങനെയാണ് കൊടുക്കണമെന്ന് നോക്കാം. ബ്രാക്കറ്റിനകത്ത് s.name എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ക്ലാസ് ഇവാലുവേഷൻ, അതുപോലെ പ്രൊജക്റ്റ് ഇവാലുവേഷനും ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണേ. അതിന് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ഷോർട്ട് ഇൻറ്റിജർ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ s.ce, s.pe, s.te എന്നിങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇൻപുട്ട് എന്നുള്ള ഭാഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്ത സ്ട്രക്ചർ എന്ന ആ പ്രോഗ്രാമിൽ ഇൻപുട്ട് എന്ന വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഇനി ഇതെങ്ങനെയാണ് ഡിസ്പ്ലേ ആയി മാറുന്നത്? അതായത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഇൻപുട്ടാണ് നമ്മൾ കൊടുത്തത്. ആ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനെ നമ്മുടെ മെയിൻ മെത്തേഡിൽ നമ്മൾ വെച്ചിരുന്നു. ആ ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞ വേരിയബിളിലൂടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ s.ce നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. എന്താണ് എസ് എന്ന് പറയണത്? അതായത് നമ്മുടെ സ്ട്രക്ചർ സ്റ്റുഡൻറ്റിലെ നമ്മുടെ ഇവാലുവേഷൻ സ്കോറാണത്. അപ്പോൾ ആ 3 സ്കോറുകൾ ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ നമ്മളുടെ ടോട്ടൽ സ്കോറിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതിന് വേണ്ടിയിട്ടാണ് മെയിൻ മെത്തേഡിനകത്ത് ആ ടോട്ടൽ സ്കോറ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ആ TOT സ്കോർ എന്ന പേരിൽ ഒരു വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി Cout ആണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനാണ്? ഡിസ്പ്ലേ കാണിക്കാൻ. എന്താണോ സ്ട്രക്ചറിലൂടെ നമ്മൾ കൊടുക്കുന്നത് അതിനെ നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഡിസ്പ്ലേയിൽ അതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ, ഈ രജിസ്റ്റർ നമ്പർ നമ്മൾ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്താ വരണേ? ഇവിടെ നമുക്ക് കാണാം എസ് എന്ന പേരിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എസ് എന്ന പേരിൽ സ്റ്റോർ ചെയ്തത് നമ്മളവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ /n എന്ന് കാണാം. /n എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ലൈനിൽ നമുക്ക് പോയിട്ടാണ് ഇത് പ്രിൻ്റ് ആവുന്നത്. ഒരിക്കലും ആദ്യം പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടല്ല, പുതിയ ലൈനായിട്ട് നമുക്കിതിനെ പ്രിൻ്റ് ചെയ്യിക്കാം. അടുത്തതായിട്ട് നെയിമാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോഴും /n നമുക്കിടാം. പുതിയ ലൈനിൽ നെയിം പ്രിൻ്റായിട്ട് വരുന്നു. പിന്നെ അടുത്തത് നമ്മുടെ സ്കോറുകൾ പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ /n ഇട്ടു. അപ്പോൾ പുതിയ ലൈനിൽ വന്നു.
നമുക്കിവിടെ CE മാർക്ക് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് /T കൊടുത്തു. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ സെയിം ലൈനിൽ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ മാർക്ക് പ്രിൻ്റ് ചെയ്തോട്ടെ, അല്ലാതെ അടിയിലേക്ക് പോവേണ്ട കാര്യമില്ല. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് ഒരേ ലൈനിൽ വേണമെങ്കിൽ അങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി /T ഉപയോഗിക്കാം. അതേസമയം നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകണമെങ്കിൽ അതിനായിട്ട് നമുക്ക് /N ഉപയോഗിക്കുന്നതിന് പകരം സെയിം ലൈനിൽ തന്നെ അടുത്ത ഇതിലായിട്ട് സ്പേസ് ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് /T എന്ന് ടാബാണത്. അപ്പോൾ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ എത്ര സ്പേസ് ആണ് നമുക്ക് വരുന്നത് അതുപോലെ ഇവിടെ നമുക്ക് ചെയ്യാം. അതേപോലെ ഇവിടെയും /T നമുക്ക് കൊടുക്കാം. അപ്പോൾ ടാബ് ആ സ്പേസ് ആണ് നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ടോട്ടൽ സ്കോർ. പുതിയ ലൈനിൽ നമുക്ക് ആ ടോട്ടൽ സ്കോറിനെയും ഇതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. അപ്പോൾ ആ ടോട്ടൽ സ്കോർ നമുക്കവിടെ പ്രിൻ്റ് ചെയ്തിട്ട് വരും. ഇനി ഇവിടെ ഒരു റിട്ടേൺ 0 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞിട്ടാണ് മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ് മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആ മെയിൻ മെത്തേഡിൽ കിട്ടുന്ന ആൻസർ ഇൻറ്റിജർ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കിട്ടുന്ന ആൻസർ ഇൻറ്റിജർ ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ അത് കാണിക്കുന്നതിന് വേണ്ടി ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ റിട്ടേൺ 0 എന്ന് കൊടുക്കണം. ഇനി ഈ ഇൻറ്റു മെയിൻ എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ വോയിഡ് മെയിൻ, ചില പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വോയിഡ് മെയിൻ എന്നാണ് കൊടുക്കുക. അപ്പോൾ ആ വോയിഡ് മെയിൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലോ നമുക്കവിടെ ആ അവസാനത്തിൽ get_ch എന്ന ഫംഗ്ഷനാണ് നമ്മൾ കൊടുക്കുക. റിസൾട്ട് നമ്മുടെ സ്ക്രീനിൽ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് get_ch മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഇൻറ്റു മെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് റിട്ടേൺ 0, അതായത് ഇൻറ്റിജർ വാല്യൂ ആണ് എനിക്ക് റിട്ടേൺ ചെയ്യുന്നത് എന്ന് കാണിക്കാം. അല്ലെങ്കിൽ വോയിഡ് മെയിൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് get_ch എന്നാണ് ലാസ്റ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഇതാണ് ഒരു സ്ട്രക്ചർ പ്രോഗ്രാം. ഇനി ഇതുപോലെ ഇതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 10 സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ 30 സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിലുള്ളതോ അല്ലെങ്കിൽ സ്കൂളിലുള്ളതോ ആയ മൊത്തം കുട്ടികളുടെ മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രക്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും? നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു അറേയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. എന്താണ് അറേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ട്, അതായത് 30 പേരുടെയൊക്കെ നമ്മൾ ഇത്രയും കാലം ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ വാല്യൂ എന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികളുടെ പേരിലും അവരുടെ മാർക്ക്, നെയിം, അതുപോലെ അവരുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യണമോ അതെല്ലാം നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യിക്കാം. അതിനായിട്ടാണ് നമ്മൾ സ്റ്റുഡൻറ്റ് എസ് എന്ന് കൊടുത്തതിന് പകരം സ്റ്റുഡൻറ്റ് എസ് കഴിഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 30 അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ആളുകളുടെ, അത്രയും കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മെമ്മറി സ്പേസ് നമുക്കവിടെ ക്രിയേറ്റ് ആവുന്നു. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? നമുക്ക് അത്രയും മെമ്മറി ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായിട്ട് ഓരോരുത്തരുടെയും നമുക്ക് ആ ഡാറ്റ സ്റ്റോർ ചെയ്യിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീട് അത് ഓരോരുത്തരുടെ ആയിട്ട് എടുത്ത് കാണാനും എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ഫോർ ലൂപ്പ് ഉപയോഗിച്ചാൽ മതി. ഫോർ ലൂപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യണു? ആദ്യത്തെ ഇൻഡെക്സ് മുതൽ അവസാനത്തെ ഇൻഡെക്സ് വരെ, അതായത് റോൾ നമ്പർ 1 മുതൽ റോൾ നമ്പർ 30 വരെ, അല്ലെങ്കിൽ റോൾ നമ്പർ 1 മുതൽ റോൾ നമ്പർ 50 വരെ എത്ര കുട്ടികളുടെ സ്റ്റോർ ചെയ്യിക്കണോ അത്രയും കുട്ടികളുടെ നമുക്ക് ഡീറ്റെയിൽസ് അതിലൂടെ സ്റ്റോർ ചെയ്യിക്കാം ഫോർ ലൂപ്പ് ഉപയോഗിച്ച്. അത് കഴിഞ്ഞ് അതേ ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിസ്പ്ലേയിലും കാണിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കണേ? മെമ്മറിയിൽ അടുത്തടുത്തുള്ള കുറേ മെമ്മറി സ്പേസസ് റിസർവ് ചെയ്തിട്ട് ഒരുമിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾ എത്ര കുട്ടികളുടെ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അത്രയും കുട്ടികളുടെ ഡാറ്റകൾ തുടർച്ചയായി നിങ്ങൾക്ക് അവിടെ സ്റ്റോർ ചെയ്തത് കൊണ്ട് ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടെ അത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യിക്കാവുന്നതാണ്.